നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കുന്നത്. ഇവിടെ 2 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ചിത്രം ആലിലക്കണ്ണനാകുന്നു. രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. എവരും ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആരോഗ്യപരമായ ഉയർച്ചയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ആയുസ് വർദ്ധിക്കുന്നതായ സാഹചര്യം ഉണ്ട്. രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. രോഗങ്ങളെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആഗ്രഹങ്ങൾ നടക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഈശ്വരാധീനം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതിനാൽ, ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നതിനാൽ പല സൗഭാഗ്യങ്ങളും അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയതായി അവസരങ്ങൾ, നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കാതെ പോയ അവസരങ്ങൾ വീണ്ടും വന്നു ചേരുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷ നേടുവാൻ സഹായകരമായ ചില അവസരങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. ആഗ്രഹങ്ങൾ അല്പം കാലതാമസം നേരിട്ടാൽ പോലും ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം. ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. മടി, ക്ഷീണം തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളെ അലട്ടുന്നതായ പ്രശ്നങ്ങളാകുന്നു. മടി ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ക്ഷീണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞ് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഊർജ്ജസ്വലത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പോസിറ്റീവായി ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസമാധാനം ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം ജോലിയിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. സാമർഥ്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറയുന്നു എന്നതാണ് വാസ്തവം. പലരോടും പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥത വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. കുടുംബത്തിൽ വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സമ്പത്ത് നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പ്രയോജനകരമായ ചില ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഇത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ജീവിതത്തിൽ അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരും. ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾ നനച്ചിരിക്കാതെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. അത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ പല കാര്യങ്ങളിലും കുറുക്ക് വഴി നിങ്ങൾ ഉപയോഗിക്കുന്നതാകുന്നു. ഇത്തരത്തിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയും അത്തരം കാര്യങ്ങളിൽ ചില തിരിച്ചടികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യാം. അതിനാൽ നേരായ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
കൂടാതെ നല്ലത് തന്നെ, അതായത് നല്ല കാര്യങ്ങൾ തന്നെ നിങ്ങളെ തേടിയെത്തുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. നന്മ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഈശ്വര കടാക്ഷം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന കാര്യവും ഓർക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. നമസ്കാരം. രണ്ടാമത്തെ ശിവചിത്രം തിരഞ്ഞെടുത്തവർക്ക് ഫലം ഇപ്രകാരമാണ് വന്നു ചേരുക. അഭീഷ്ട സാധ്യം ജീവിതത്തിൽ സംഭവിക്കാവുന്ന സമയമാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ജീവിതത്തിൽ പുരോഗതി അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ഉയർച്ച, നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഡംബരപൂർണമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതായ സാഹചര്യമുണ്ട്. അത്ഭുതങ്ങൾ തന്നെ തേടിയെത്തുന്നതായ സാഹചര്യം. ഇത്തരത്തിൽ നിരവധിയാർന്ന അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ആഗ്രഹങ്ങൾ നടക്കാനായി എടുത്തു ചാടുക എന്ന കാര്യം നിങ്ങൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാകുന്നു. അത് നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ തിരിച്ചടികൾക്കോ കാരണമായി തീരും. പാഠങ്ങൾ നിങ്ങൾ പഠിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. അതിനാൽ തന്നെ എടുത്തു ചാടി നിങ്ങൾ ഒരിക്കലും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കുക. നിരാശ വന്നു ചേരും. എന്നിരുന്നാലും സ്വയം തിരുത്തി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്. കാരണം പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതിനേക്കാൾ വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കാം. തന്മൂലം നിരാശയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിരാശ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ, സ്വയം തിരുത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യം കടന്നു വരും. ഭാഗ്യം നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരും. എത്ര തന്നെ നിങ്ങൾ ദുരിതങ്ങളോ കഷ്ടതകളോ പ്രയാസങ്ങളോ തിരിച്ചടികളോ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. കാരണം ഉയർച്ച, ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരാം. എന്നാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുവാൻ മറക്കാതിരിക്കുക. ബിസിനസ് പരമായ ഉയർച്ച ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ശ്രദ്ധയോടെ തന്നെ അതിനാൽ മുന്നോട്ട് പോവുക. പണം സമ്പാദിക്കാനുള്ള ചില വഴികൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ചിന്തിച്ച് പ്രവർത്തിച്ചാലാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതല്ല എങ്കിൽ തിരിച്ചടികൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും പരസഹായം നിങ്ങൾക്ക് വേണ്ടതായ സാഹചര്യമുണ്ട്. അതായത് മറ്റുള്ളവരുടെ സഹായത്താൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതായ സാഹചര്യമോ അല്ലെങ്കിൽ അവരുടെ പിന്തുണയാൽ വിജയിക്കുന്ന സാഹചര്യമോ ഉണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധിക്കും. സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ജീവിതത്തിൽ വന്നു ചേർന്നതെല്ലാം തന്നെ പരമശിവന്റെ അനുഗ്രഹത്താലാണ് എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. കാരണം പല സൗഭാഗ്യങ്ങളും അനുകൂലമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അത് നിലനിർത്തുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും സംഭവിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എങ്കിൽ പോലും അത് നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവരെ അധികം കുറ്റപ്പെടുത്തുവാൻ താല്പര്യപ്പെടാത്തവരാണ് നിങ്ങൾ. എന്നാൽ മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം നിശ്ചിതമായി തന്നെ കുറ്റപ്പെടുത്തുന്നു, വിമർശിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. സ്നേഹസമ്പന്നരാണ് നിങ്ങൾ. കപടതകൾ നിങ്ങൾ തിരിച്ചറിയുകയും സ്നേഹം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യവും ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതായ സാഹചര്യമുണ്ട്. ബന്ധം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ധൂർത്ത്, അലസത നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി തന്നെ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. പുതിയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുകയും അവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ഇഷ്ടാനുസരണം ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഈ കാര്യങ്ങൾ ചിന്തിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും.